അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മിതശാല ഷിപ്പ്യാർഡിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഹുണ്ടായിയുടെ ഷിപ്പ്യാർഡ് കണ്ടത്. അപ്പൊ ഹുണ്ടായി എന്ന് പറഞ്ഞ കമ്പനിയുടെ കപ്പൽ ഷിപ്പ്യാർഡാണിട്ടത്. ഇത് സൗത്ത് കൊറിയയിലാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ഷിപ്പ്യാർഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫേമസ് കമ്പനികളായ MSC, മേസ്ക്, അതിന്റെ കപ്പലുകളൊക്കെ അവിടെ പണിതുകൊണ്ടിരിക്കുകയുണ്ട. പിന്നെ ഇവിടെ കുറെ കപ്പലുകൾ പണിതിട്ടിട്ടുണ്ട്. പിന്നെ ഒരു റോറോ കാരിയർ, കാറുകൾ കൊണ്ടുപോകുന്ന കപ്പലാണ് റോറോ കാരിയർ എന്ന് പറയുന്നത് കണ്ടാ. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽശാല എവിടെ നിന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയാം, സൗത്ത് കൊറിയയിൽ ഉൾസാൻ എന്ന പറഞ്ഞ സ്ഥലത്ത്. ഇത് മറക്കരുത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, എല്ലാവരും +2 ഒക്കെ കഴിഞ്ഞിരിക്കല്ലേ, മർച്ചന്റ് നേവിയിലോട്ട് വരാൻ താല്പര്യമുണ്ട്. അപ്പൊ എൻട്രൻസ് എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ പഠിക്കണം, ഷിപ്പിംഗ് കമ്പനികൾക്ക് കോളേജ് ഉണ്ട്, അവര് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിപ്പിച്ചിട്ട് അവരുടെ കപ്പലിൽ തന്നെ നിങ്ങൾക്ക് ചാൻസ് തരും. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫുൾ ഡീറ്റെയിൽ വീഡിയോ കിടക്കുന്നുണ്ട്. അപ്പൊ എൻട്രൻസ് എക്സാം എഴുതിയാൽ മാത്രമേ കപ്പലിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കമ്പനികൾ എടുക്കുള്ളൂ. അതും പൈസ ഒന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കപ്പലിലോട്ട് +2 കഴിഞ്ഞിട്ട് വരാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്തോട്ടെ ഈ വീഡിയോ. ഇതുപോലെ അടിപൊളി കാഴ്ചകളും കാണണമെന്നുണ്ടെങ്കിൽ മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് സാലറിയും കിട്ടും, ലോകം മൊത്തം ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങുകയും ചെയ്യാം. 10ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കപ്പലിലോട്ട് വരാണ്ട് കോഴ്സ് പഠിക്കാൻ പറ്റും, +2 കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും, ഡിഗ്രി കഴിഞ്ഞാലും പഠിക്കാൻ പറ്റും. പക്ഷെ 25 വയസ്സ് കൂടാനും പാടില്ല, 18 വയസ്സ് കഴിയുകയും വേണം. അപ്പൊ ഇത് മാത്രം ഓർമ്മ നോക്കുക. അപ്പൊ ബാക്കി ഫുൾ ഡീറ്റെയിൽ ഇതൊക്കെ എങ്ങനെയാന്നുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 2021 കൊറോണ ടൈമിൽ വന്നിട്ട് പുതിയൊരു നോഡേൺ കമ്പനിയിലെ ഒരു ഓയിൽ ടാങ്കർ ഞങ്ങൾ പുതിയത് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 10-15 ദിവസം അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കേണ്ടത് നോക്കാൻ മറക്കരുത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ശാലയാണത്. അവിടെ ഒരു വലിയ കടൽ ക്രെയിൻ ഉണ്ടാകും. എന്താണെന്നറിയോ, നമ്മുടെ കടലിന്റെ അടിയിൽ നിന്നൊക്കെ എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്രെയിനൊക്കെ യൂസ് ചെയ്യണം. ഹെവി ഡ്യൂട്ടി ക്രെയിൻ കണ്ട. ഈ ഹുണ്ടായിന്ന് ഇതേ ക്രെയിൻ അല്ല, ഈ ഒരു ക്രെയിൻ. ഇത് പുറമേ നിന്ന് നോക്കണ ചെറുതാന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്, ഉള്ളിലോട്ട് കുറേ ഉണ്ട്. ഇതിന്റെ ചെറിയ ചെറിയ പാർട്സ് ഒക്കെ ആയിട്ട് അവര് പണിത് അതിന്റെ മോളി കയറ്റി ഇങ്ങനെ വെക്കണേണ്ട. ചുമ്മാ ഒരു കപ്പൽ അങ്ങനെ തന്നെ പണിതെടുക്കണില്ല. ഒരു ചെറിയ പാർട്സ് ആയിട്ട് കൊണ്ടുവന്ന് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാണ് ഇത് പണിയുന്നത്. അപ്പൊ ഇതുപോലത്തെ അടിപൊളി കപ്പൽ വിശേഷങ്ങൾക്കും ജോബ് വാക്കൻസി എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾക്കായി ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതട്ടാ. അപ്പൊ നമ്മ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ്യാർഡ് ലൊക്കേറ്റ് ചെയ്ത സ്ഥലമായ സൗത്ത് കൊറിയയിലെ ഉൾസാന്റെ ബ്രിഡ്ജിന്റെ അടുത്താണ് നിൽക്കുന്നത്.